കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് കോടതിയാണ് വിധിച്ചത്. ശിക്ഷാവിധി നാളെയാണ് പ്രഖ്യാപിക്കുക. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേർന്നു. നിർഭൻ, അതായത് ആൺ സുഹൃത്തിനെ പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം വിഷം നൽകി കൊല്ലുകയായിരുന്നു. അത് വളരെ ഞെട്ടലോടും പ്രമാദവുമായ സംഭവമാണ്. അതിലാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, 22 വയസ്സുകാരി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് ബോധ്യമാകുന്നത്, കോടതി ഇന്ന് വിധിക്കുന്നത്. ശിക്ഷാവിധി നാളെയാണോ? തീർച്ചയായും അജിംഷാദ്, വലിയ തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച, വലിയ തരത്തിൽ നാടിലാകെ ചർച്ചയായ ഒരു കേസാണ്. ഇതിലെ പ്രതി എന്ന് പറയുന്നത് സാധാരണ പ്രണയ കൊലയും ഒക്കെ തന്നെ വൈരാഗ്യ കൊലയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് കമിതാവിനെ ക്ഷണിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നു, ഒഴിവാക്കുന്നതിന് വേണ്ടി പെൺകുട്ടി തന്നെ കൊല ചെയ്യുന്നു, കൊലയ്ക്ക് നേതൃത്വം വഹിക്കുന്നു. അത് ഉന്നത വിദ്യാഭ്യാസമുള്ള MA ലിറ്ററേച്ചറുകാരിയായിട്ടുള്ള വലിയ തരത്തിൽ വലിയ മിടുക്കിയായി പഠിച്ചിരുന്ന ക്ലാസ്സുകളിലെല്ലാം വലിയ മിടുക്ക് തെളിയിച്ച, ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ, ഗ്രീഷ്മ എന്ന കൊലപാതകി, ഒരു കുറ്റവാളിയുടെ എല്ലാ ലക്ഷണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ തെളിവുകളായി പുറത്തു വന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ബോധപൂർവം ഇത് ലോക്കൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. ഷാരോൻ്റെ വീട്ടുകാർ ഇക്കാര്യം സംബന്ധിച്ച് ആദ്യത്തെ പരാതിയുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും ഗ്രീഷ്മയെ അവിശ്വസിച്ചിരുന്നില്ല എന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ ഇതൊരു വ്യാജ പരാതിയായി പാറശാല പോലീസ് സ്റ്റേഷൻ തള്ളിക്കളഞ്ഞു. തുടർന്നാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് മാറുന്നത്. ആ ഘട്ടത്തിലാണ് കേസിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വലുതാണെന്നും ഗ്രീഷ്മ എന്ന് പറയുന്നൊരു പെൺകുട്ടി കൊടും കുറ്റവാളിയാണ് എന്ന കാര്യം തിരിച്ചറിയുന്നത്. ഈ കമിതാവിനെ ദിവസങ്ങൾ, ഏകദേശം 4 മാസത്തോളം നീണ്ടു നിന്ന വലിയൊരു ഗൂഢാലോചന ഗ്രീഷ്മ തന്നെ ആലോചിച്ച് കണ്ടെത്തുന്നു. അതിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടത്, തൻ്റെ കമിതാവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടത്, അതിൻ്റെ മാർഗ്ഗങ്ങൾ ഗ്രീഷ്മ തന്നെ സെർച്ച് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ദ്രാവകങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കുന്നു. അതിനുശേഷം ഈ മരണത്തിൻ്റെ ട്രാപ്പിലേക്ക് ഷാരോണിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ശ്രമം ഗ്രീഷ്മ തന്നെ നടത്തുന്നുണ്ട്. അതിൻ്റെ ചാറ്റുകൾ മുഴുവൻ കോടതിയിൽ ഈ അന്വേഷണ സംഘത്തിന് തെളിയിക്കാനായി ഹാജരാക്കാനായി ഏകദേശം വരുന്ന 323ഓളം വരുന്ന തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. 75ഓളം വരുന്ന സാക്ഷികളെ വിസ്തരിച്ചു, 55ഓളം വരുന്ന തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കി. ഇങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളതും ഡിജിറ്റലായിട്ടുള്ളതുമായിട്ടുള്ള ശാസ്ത്രീയമായ സാങ്കേതികമായ തെളിവുകൾ മുഴുവൻ കോടതിയിൽ പ്രത്യേകിച്ച് പ്രോസിക്യൂഷന് ഹാജരാക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വിദഗ്ധമായ ഇടപെടലാണ്. ഈ കേസ് അട്ടിമറിക്കാനുള്ള, ഒരു ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടു പോകും എന്ന തരത്തിൽ പ്രതിഭാഗം നീങ്ങിയെന്നതാണ്. അവർ സുപ്രീം കോടതി വരെ പോയി. കാരണം ക്രൈം നടന്നത് ഈ പറയുന്ന സ്ഥലം, പളുകൽ എന്ന് പറയുന്ന സ്ഥലം കേരള അതിർത്തിയായ തമിഴ്നാട് പ്രദേശമാണ്. അതുകൊണ്ട് ക്രൈം നടന്നു എന്ന് പറയുന്ന, അത് വിഷം ചേർത്ത്, ഈ പറയുന്ന കഷായത്തിൽ വിഷം ചേർത്ത് ഗ്രീഷ്മ നൽകി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അതുകൊണ്ട് ക്രൈം നടന്നത് തമിഴ്നാടായതുകൊണ്ട് കേസ് മുഴുവൻ തമിഴ്നാട് പോലീസിലേക്ക് മാറ്റണമെന്നും കോടതിയിലേക്ക് മാറ്റണമെന്ന വാദം ഗ്രീഷ്മ ഉന്നയിച്ചു. പക്ഷേ ഇത് വളരെ ശാസ്ത്രീയമായും ഒപ്പം തന്നെ വളരെ ചിട്ടയായും സംസ്ഥാനത്തെ പോലീസും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ വിജയം നേടി. കാരണം ഈ ക്രൈമിൻ്റെ ഗൂഢാലോചന ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകൽ, അതായത് വലിയ തരത്തിൽ പ്രലോഭിപ്പിച്ച് ഷാരോണിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിലുള്ള പ്രോസസ്സ് മുഴുവൻ, കേരളത്തിൽ ആയി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച മറ്റ് തെളിവുകൾ പൂർണ്ണമായി ശേഖരിച്ച് കേസിൻ്റെ മുഴുവൻ സ്പേസ്, സ്ഥലം, പ്രദേശം എന്ന് പറയുന്നത് കേരളമാണ് എന്ന് സ്ഥാപിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആയതാണ് ഇതിലേറ്റവും നിർണായകമായ വഴിത്തിരിവായത്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഈ വിഷം കലർത്തി നൽകിയ, കഷായത്തിൽ നൽകിയ വിഷം ശരീരത്തിൽ നിന്നോ ഈ ഷാരോണിൻ്റെ വസ്ത്രത്തിൽ നിന്നോ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഡോക്ടർമാരുടെ ശാസ്ത്രീയമായ ഒരു വിഷം ഈ വിഷം ശരീരത്തിൽ, അതായത് കളനാശിനി ഉപയോഗിച്ച വിഷം ശരീരത്തിൽ കലർന്നാൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ശരീരത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന ഈ വിഷത്തെ സംബന്ധിച്ച ശാസ്ത്രീയമായ റിപ്പോർട്ട് കൂടി, ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി, വിദഗ്ധരുടെ റിപ്പോർട്ട് കൂടി കോടതിയിൽ ഹാജരാക്കാനായി. ഈ 2 കാര്യങ്ങളുമാണ് പ്രതികൾക്ക് വെല്ലുവിളിയായി മാറിയത്. വളരെ സംഘടിതമായി. മാത്രമല്ല ഇതിൻ്റെ മോട്ടീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ പെൺകുട്ടിയുമായി പ്രണയിച്ച ഘട്ടത്തിലുണ്ടായിരുന്ന വിഷ്വൽസൊക്കെ ഉണ്ട് ഷാരോണിൻ്റെ കയ്യിൽ. അത് പുതിയൊരു വിവാഹത്തിലേക്ക് ആ പെൺകുട്ടി പോകുമ്പോൾ അതൊരു പക്ഷേ ഭീഷണിയായി എത്തിയേക്കാം എന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ട മോട്ടീവ്. അതൊരു പ്രധാന ഘടകമാണ്. 2, പ്രതിഭാഗം ഉന്നയിച്ച പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ വിഷം ആത്മഹത്യ ചെയ്യാൻ, സ്വന്തമായി ജീവനെടുക്കാനായിട്ടാണ് വാങ്ങിയത്. അതിന് തെളിവായി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ കഴിച്ച ആത്മഹത്യാ പ്രവണത സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ.
അതൊക്കെ പ്രതിഭാഗം അവതരിപ്പിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ വളരെ ശാസ്ത്രീയമായാണ് അതൊക്കെ വെട്ടി നീങ്ങിയത്. തീർച്ചയായും ഈ കാരണം 4 വർഷം കാലം തുടർച്ചയായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, യാത്രകൾ പോയിട്ടുണ്ട്. അത്തരത്തിൽ അകലാൻ കഴിയാത്ത തരത്തിലുള്ള അടുപ്പം ഷാരോണിന് പ്രത്യേകിച്ച് ഗ്രീഷ്മയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയൊരു സൈനിക ഉദ്യോഗസ്ഥനുമായിട്ട് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചു. ഈ വിവാഹം ഉറപ്പിച്ചതിൻ്റെ ഭാഗമായി ഗ്രീഷ്മ ഷാരോണിൽ നിന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അവസാനം ഷാരോണിനെ ജീവൻ അപായപ്പെടുത്തി പൂർണ്ണമായി തൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ലോകത്ത് നിന്നും ഷാരോൺ എന്ന് പറഞ്ഞ വ്യക്തിയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള തീരുമാനം ഗ്രീഷ്മ എടുക്കുന്നു. ഗ്രീഷ്മ ആ ഘട്ടത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ വീട്ടുകാരുമായി പങ്കുവച്ചിട്ടില്ല എന്നതാണ് തെളിവുകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിലേക്കും കാര്യങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ കുറ്റകൃത്യം ഈ ക്രൈം നടന്ന ശേഷം അമ്മയുമായും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ ഗ്രീഷ്മയുടെ അമ്മാവനുമായും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മാവൻ ഈ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപെടലിൽ അമ്മാവൻ്റെ നേരിട്ടുള്ള ഇടപെടൽ പോലീസിന് തെളിയിക്കാനായി. പക്ഷേ വീടിൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഈ കഷായം കലർത്തിയ ഈ കുപ്പി വലിച്ചെറിയുന്നത് അമ്മ കണ്ടിരുന്നു എന്ന കാര്യം ഗ്രീഷ്മ തന്നെ മൊഴി നൽകിയതാണ്. പക്ഷേ പ്രതി തന്നെ നൽകുന്ന മൊഴി രണ്ടാമത് കോടതിയിലെത്തുമ്പോഴേക്കും പ്രതി മാറ്റി പറയും. പക്ഷേ ഈ തെളിവ് ഇതിലേക്ക് എത്തിക്കുന്ന മറ്റ് തെളിവുകൾ സ്വാഭാവികമായി പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശേഖരിക്കാനുള്ള പരിമിതി ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധു, രണ്ടാം പ്രതിയായ സിന്ധു ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ച് വീട്ടുകാർക്ക്, ഷാരോണിൻ്റെ വീട്ടുകാരൊക്കെ വലിയ തരത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം മറ്റ് പോംവഴികളില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ ഒന്നാം പ്രതിയായ ഗ്രീഷ്മ തന്നെ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ അത് സ്വാഭാവികമായി ഒന്നാം പ്രതിയായ ഗ്രീഷ്മ അവരുടെ അഭിഭാഷകനുമായി നടത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് തെളിവുകൾ നശിപ്പിക്കുക, എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന തരത്തിലുള്ള ആശയവിനിമയം സ്വാഭാവികമായി അവരുടെ അഭിഭാഷകർ നടത്തും. അതുകൊണ്ട് അതിൽ നിന്ന് ഗ്രീഷ്മ പിന്മാറി. അതുകൊണ്ട് അത് തെളിയിക്കാൻ പോലീസിനായില്ല. പക്ഷേ പ്രോസിക്യൂഷൻ നടത്തിയ ഇടപെടലൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ്. ഒപ്പം തന്നെ വളരെ രീതിയിൽ ഹോംവർക്ക് ചെയ്താണ് ഈ കേസുമായി മുന്നോട്ട് പോയത്. സെഷൻ കോടതിയിൽ പൂർണ്ണമായ വാദമുഖം പ്രോസിക്യൂഷന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രതിഭാഗത്തിൻ്റെ വാദമുഖങ്ങൾ പൂർണ്ണമായി പ്രോസിക്യൂഷന് ഖണ്ഡിക്കാനായി. ഒപ്പം തന്നെ തെളിവുകളുടെ വലിയ തരത്തിൽ, കാരണം ശാസ്ത്രീയമായ വലിയ തരത്തിലുള്ള തെളിവുകളുണ്ടായിരുന്നു, സയൻറ്റിഫിക് വിദഗ്ധരുടെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനായി. ഒപ്പം തന്നെ ഫോൺ രേഖകൾ നിർണായകമായി മാറി. ഈ പറയുന്ന ഈ വിഷം കൊടുക്കുന്ന, കഷായത്തിൽ വിഷം കലർത്തി കൊടുക്കുന്ന ദിവസം ഒക്ടോബർ മാസം 14-ാം തീയതി വിഷം ഉള്ളിൽ പോകുന്ന ദിവസത്തിന് തലേ ദിവസം രാത്രി ഗ്രീഷ്മ മണിക്കൂറുകളോളം ഈ ഷാരോനുമായി ഫോണിൽ സംസാരിച്ചു, മെസ്സേജുകൾ അയച്ചു. ആ മെസ്സേജുകളിലൊക്കെ വളരെ നിർബന്ധപൂർവ്വം, വളരെ പ്രലോഭിപ്പിച്ച് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാനുള്ള ഒരു കെണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എവിഡൻസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. അതാണ് ഈ കേസിൽ തട്ടിക്കൊണ്ടുപോകൽ എന്ന സെക്ഷൻ നിൽക്കുകയും ആ സെക്ഷൻ കേരളത്തിൽ അല്ല, ഈ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലല്ല കേരളത്തിലാണ് എന്ന വാദം അംഗീകരിക്കുകയും മറുഭാഗം പൂർണ്ണമായി സെഷൻ കോടതിയിൽ തള്ളുകയും ചെയ്തു. വിജയമാണ് യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷനും പോലീസിനും ഉള്ളത്. എന്തായിരുന്നു സമഗ്ര വിവരങ്ങളാണ് ഈ വിഷയത്തിൽ നിർഭൻ ചക്രവർത്തി നൽകിയത്. പ്രണയക്കടി ഒരുക്കി വിളിച്ചു വരുത്തി വിഷം നൽകിക്കൊന്ന ഗ്രീഷ്മ അവൾ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിക്കുന്നു. ഷാരോൺ വധക്കേസിൽ വിധിയിൽ സന്തോഷമുണ്ടെന്നും സർക്കാരിന് നന്ദിയുണ്ടെന്നും ഷാരോണിൻ്റെ കുടുംബം. വിധിയിൽ തൃപ്തരെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. അതുകൂടി ഒന്ന് കാണാം. ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷാരോണിന്റെ അമ്മ പ്രതികരിച്ചു. ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകുമെന്നും ഷാരോണിന്റെ അമ്മ പറഞ്ഞു. ഏറ്റവും വലിയ ശിക്ഷ പരമാവധി ഞങ്ങൾക്ക് കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് ജീവനാണ് അതിൻ്റെ കൂടെ കഴിഞ്ഞു പോണത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും നല്ല പിന്തുണ നൽകി. പ്രതീക്ഷിച്ച വിധിയാണ് ഉണ്ടായതെന്ന് ഷാരോണിന്റെ സഹോദരനും പറഞ്ഞു. അത് തീർച്ചയായിട്ടും കോടതി വിധിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിധി തന്നെയാണ് വന്നുള്ളത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും, ഞങ്ങളുടെ പ്രോസിക്യൂട്ടറും, പിന്നെ മാധ്യമങ്ങൾ, നിങ്ങളുടെ ഒരു സപ്പോർട്ടും, ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയും ഈ ഒരു ലെവലിൽ വന്നത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കേസായിരുന്നു. എല്ലാവരുടെയും കൂട്ടായ വിജയമാണുണ്ടായതെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു. എനിക്ക് എൻ്റെ ഡ്യൂട്ടി എനിക്ക് വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്ക് ഉണ്ട്. എൻ്റെ പ്രോസിക്യൂഷൻ ഡ്യൂട്ടി എനിക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. തീർച്ചയായും ഷാരോൺ വധക്കേസിൽ ഉള്ള വിധിയും അതേ തുടർന്നുള്ള പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഇനി നാളെയാണ് ശിക്ഷ വിധിക്കുക. കുറ്റക്കാരെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ശിക്ഷ എന്താകും എന്നുള്ളതാണ് ഇനി നോക്കുന്നത്.